നമസ്കാരം, എല്ലാവർക്കും ഗ്രോ ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നെൻ്റെ കൂടെയുള്ളത് മിസ്റ്റർ അരുൺ അശോകനും മിസ്റ്റർ സമൃദ്ധ ആനന്ദുമാണ്. ഇവർ രണ്ടുപേരും ദ നെക്സ്റ്റ് ട്രേഡ് എന്ന് പറയുന്ന ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടറും കോ ഫൗണ്ടറുമാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. അമൃത, വെൽക്കം ടു ഗ്രോ ടോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഓക്കെ, നിങ്ങളുടെ വിശേഷങ്ങളൊന്ന് നമ്മുടെ ഓഡിയൻസുമായിട്ടൊന്ന് പങ്കുവയ്ക്കും. ഓക്കെ, സോ ബേസിക്കലി ഞാൻ പഠിച്ചത് വളർന്നൊക്കെ ട്രിവാൻഡ്രം നിറമങ്ങാട് എന്ന സ്ഥലത്താണ്. സ്കൂളിങ്സും എല്ലാം നിറമങ്ങാട് തന്നെയായിരുന്നു. MBAയും ബികോം ചെയ്തത് ട്രിവാൻഡ്രം ചാന്ത അക്കാഡമിയിൽ നിന്നാണ്. ആൻഡ് MBA ചെയ്തത് ഡിസ്റ്റൻസ് ആയിട്ട് ICFA എന്നാണ്. ഓക്കെ, അമൃത? ഞാൻ സ്കൂളിംഗ് എല്ലാം നെടുമങ്ങാട് തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഓൾ സയൻസ് കോളേജിൽ കംപ്ലീറ്റ് ചെയ്തു. MA കൊല്ലം SN കോളേജ്, BEd MEd ഒക്കെ ഞാൻ ട്രിവാൻഡ്രം തൈക്കാട് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിലായിരുന്നു. പിന്നെ ഞാനൊരു 5 വർഷം ടീച്ചിങ് ജോബിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. എൻ്റെ പ്രൊഫഷൻ ടീച്ചറാണ്. ഓക്കെ, ഒരു ലിറ്ററേച്ചർ പ്രൊഡക്റ്റ് ടീച്ചറായ ഒരാൾ. പിന്നെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? ബാക്ക്ഗ്രൗണ്ട് ഞാൻ അണ്ടർസ്റ്റാൻഡിങ് EY ഒരു സീനിയർ ഓഡിറ്ററായിരുന്നു. ഒരു 6 years ടെക്നോപാക്കിൽ വർക്ക് ചെയ്തു. പിന്നെ 6 years ദുബായ് EY തന്നെയാണ്. സോ അവിടെ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തു നമ്മളെ ഓൺ ഫോമിൽ എത്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഡിഫറെൻറ്റ് ട്രാക്കാണ്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം? നമ്മൾ ഒരുമിച്ച് സ്കൂളിംഗ് ആണ്. ഇപ്പോൾ രണ്ടുപേരും നെടുമങ്ങാട് ഒരേ സ്കൂളിൽ. ഓക്കെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോവുകയാണ്. അതെ, രണ്ട് വഴിക്കാണ്. പക്ഷെ പിന്നീട് രണ്ടുപേരും കൂടി ഇപ്പോൾ അരുണിൻ്റെ ഇതിൽ എനിക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓഡിറ്റർ, ഫൈനാൻസ് റിലേറ്റഡ് ആണ്. ടീച്ചിങ് പ്രൊഫഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ലിറ്ററേച്ചർ പ്രൊഡക്റ്റ്. നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെയാണ് ഈ ട്രേഡിംഗ് മേഖലയിലേക്ക് വന്നത്? ട്രേഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് തരുന്നൊരു സംഭവമാണ്. കുറച്ചുകൂടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ടീച്ചിങ് ജോബ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. അത് ഞാൻ ഈ നെക്സ്റ്റ് ട്രേഡ് എന്ന് പറയുന്ന ഫേമിലോട്ട് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. കാരണം ഞാനിതിൻ്റെ മെൻറ്ററാണ് നെക്സ്റ്റ് ട്രേഡിൻ്റെ. അത് ടീച്ചിങ് ഒരു പാഷൻ ആക്കിയത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ മെൻറ്റർഷിപ്പും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര മെൻറ്റേഴ്സാണ്? ഞാൻ ഒരാളാണ്. ഓക്കെ, അപ്പോൾ അരുൺ എന്താണ് ഇതിൽ ഹാൻഡിൽ ചെയ്യുന്ന ബാക്കിയുള്ള ഭാഗങ്ങളായിരിക്കും? അതെ, എക്സെപ്റ്റ് മെൻറ്ററിങ്, റെസ്റ്റ് എവറിത്തിങ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓഫീസ് വരുന്നത് ട്രിവാൻഡ്രത്താണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഓൺലൈൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് ഈ പറയുന്ന സ്റ്റുഡൻസ് എവിടെയുള്ളവരാണ്? സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഞങ്ങൾക്ക് എബ്രോഡ് തൊട്ട് കേരള, ഇന്ത്യ, US, UK അങ്ങനെ എല്ലാ കൺട്രീസിൽ നിന്നും നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ടൈം വേരിയേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ട്രേഡിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ അവരുടെ തന്നെ കംഫർട്ടബിൾ ടൈമിങ്ങിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം 1-to-1 സെക്ഷനാണ് നമ്മൾ എടുക്കാറ്. അതായത് അറ്റ് എ ടൈം എൻ്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റുഡൻറ്റേ കാണത്തുള്ളൂ. അപ്പം അവരുടെ ടൈം കൺവീനിയൻ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ഷെഡ്യൂൾ ചെയ്യുന്നത്. കാരണം ഓരോരുത്തർ വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും, വർക്ക് അല്ലാത്തവരുണ്ടായിരിക്കും, രാവിലെ ഫ്രീ ആയിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ടൈമിംഗ് ഡിഫറൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈമിങ്ങിൽ അവരെ കംഫർട്ടബിളാക്കി ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഒരു ബാച്ച് വൈസ് ഉള്ള രീതിയിൽ? ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ ഒരു മേ ബി ഒരു 2-3 ബാച്ച് വൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. അതിലെനിക്ക് ആക്ച്വലി എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 50 വയസ്സ് മുതൽ തുടങ്ങി ഇങ്ങ് താഴെ ഒരു 15 വയസ്സ് വരെ ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് തൊട്ട് 50 years ഓൾഡ് വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഞാനൊരു ടീച്ചറാണ്. സോ എനിക്കറിയാം ഇവരുടെ ഓരോരുത്തരുടെ വേവ് ലെങ്ത് എങ്ങനെയാണെന്ന്. ഇപ്പം നമ്മൾ ഒരു 15, 16, 17 വയസ്സുള്ള ഒരു കുട്ടിയെയും 50 വയസ്സായ ഒരാളെയും ഒരുമിച്ച് ഒരു ബാച്ചിലിരുത്തി വർക്കാവില്ല. സോ അവരുടെ ആ ഒരു ഏജ് ഡിഫറൻസ്, അവരുടെ കപ്പാസിറ്റി ഓഫ് കാര്യങ്ങൾ എടുക്കുന്നതിൻ്റെ കപ്പാസിറ്റി, ഇതൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ ആസ് എ മെൻറ്റർ എനിക്കത് മനസ്സിലാവും. അപ്പം ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാളെ ഒറ്റയ്ക്കിരുത്തി കംപ്ലീറ്റ്ലി അവർക്ക് അറ്റൻഷൻ കൊടുത്ത് അവരെ മെൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് 1-to-1 സെക്ഷൻസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവർക്കും ഒരു അവർക്കൊരു അതിലൊരു വളരെ കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. ചിലർ ഇൻട്രോവേർട്സ് ആയിരിക്കും. ഒരുപാട് പേര് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനോ ഡൗട്ട്സ് ചോദിക്കാനോ ഇതൊന്നും അവർക്ക് താല്പര്യം കാണില്ല. അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷേ 1-to-1 സെക്ഷൻ ആകുമ്പോൾ എനിക്ക് എൻ്റെ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ സ്റ്റുഡൻസിനെയും അവരുടെ കപ്പാസിറ്റിയും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ 1-to-1 സെക്ഷൻ എടുക്കുന്നത്. ഓക്കെ,
മോറോവർ ഇപ്പം 1-to-1 സെഷൻസ് ആകുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി ബാച്ചായിട്ടൊരു സെഷൻസ് ഒരു 50 പേരെ 100 പേരെ എടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ ഇതിനകത്ത് എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലായോ ഇല്ലയോ എന്ന് നമുക്ക് അത് അവരുടെ ഹോംവർക്ക്സും കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഒരുവിധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ജസ്റ്റ് ക്ലാസ് എടുത്ത് പോകാറേ ഉള്ളൂ. അവരൊരു ഹോംവർക്ക് ഇട്ടിട്ട് അവർക്കത് എത്രത്തോളം മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കാൻ നോക്കാറില്ല. ഞാനത് കണ്ടിട്ടുണ്ട് ആക്ച്വലി. ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് വീക്ക്ലി 3 days ക്ലാസ്സസ് ആണുള്ളത്. സോ ഫസ്റ്റ് ഡേ പഠിപ്പിച്ച കാര്യങ്ങൾ നെക്സ്റ്റ് ഡേ നമുക്കൊരു ഹോംവർക്ക്സ് കൊടുക്കുന്നുണ്ട്. സോ അവർ ചാർട്ട് അനലൈസ് ചെയ്ത് ആ സംഭവം ഞങ്ങൾ വരച്ച് തിരിച്ചയച്ച് തരണം. ഞങ്ങൾ കറക്റ്റ് ചെയ്യും. കാര്യം അതുകൊണ്ടാണ് 1-to-1 സെഷൻസ് കൂടുതലും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. കാര്യം കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർക്കത് മനസ്സിലായോ ഇല്ലയോ, അവരത് മാർക്കറ്റിനകത്ത് റൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് കൂടുതലും 1-to-1 സെഷൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ സ്റ്റുഡൻസിന് പരിചയപ്പെടുത്തുന്ന സ്റ്റോക്ക് മാർക്കറ്റിലും ഷെയർ മാർക്കറ്റ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഇക്വിറ്റിയും ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സും ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്ലസ് ഞങ്ങൾ ഫോറക്സും പഠിപ്പിക്കുന്നുണ്ട്. സോ ഇത് രണ്ടും ഞങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ അനാലിസിസ് സെയിം തന്നെയാണ്. NSE ക്വാളിഫൈഡ് ആയിട്ടുള്ള അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് തന്നെയാണ് ഈ എവറിത്തിങ് ഞങ്ങളുടെ മൊഡ്യൂൾസിനകത്തുള്ള എല്ലാം ഞങ്ങൾ പഠിപ്പിക്കുന്നത്. കൂടുതലായിട്ട് പക്കയായിട്ട് നമുക്ക് മെൻറ്ററിന് പറയാൻ പറ്റും. ആക്ച്വലി ഞാനൊരു സ്റ്റുഡൻറ്റിന് ഇപ്പം നേരത്തെ ട്രൈ ഉള്ളവരുണ്ടായിരിക്കും, മീൻസ് നേരത്തെ തന്നെ ട്രേഡിംഗ് പഠിക്കുന്നവരുണ്ടായിരിക്കും. ഈവൻ ദോ നമ്മുടെ അടുത്ത് വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഫസ്റ്റ് ബേസിക് തൊട്ട് പിന്നെ അഡ്വാൻസ് ലെവൽ വരെ കൊണ്ടെത്തിക്കും. അഡ്വാൻസ് ലെവലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അഡ്വാൻസ് ലെവൽ എന്ന് പറയുമ്പോൾ അതിൽ ഫിബ്, ഹാർമോണിക്സ്, ഇലിയട്ട് വേവ്, വോൾഫ് വേവ്, അങ്ങനെ കുറച്ച് അഡ്വാൻസ് ടെക്നിക്കൽ പഠിപ്പിക്കുന്നുണ്ട്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞങ്ങൾ മാത്രമാണത് പഠിപ്പിക്കുന്നത്, ആ ഒരു അഡ്വാൻസ് ടെക്നിക്കൽസ്. ഈ പറഞ്ഞ പല ടേംസും ഇത് കാണുന്ന പലർക്കും പേടിയുണ്ടാക്കാം. അപ്പോൾ ഒന്ന് പരിചയപ്പെടാതെ ഇതിപ്പോൾ എന്താണ്, ഇത് ട്രേഡിംഗ് എനിക്ക് തുടങ്ങാനോ എനിക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ആ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാനായിട്ട് ജസ്റ്റ് ഒരു 1-liner ആയിട്ട് 1-2 കോമൺ ടേംസിൽ കാര്യം പറയാൻ പറ്റും. ഫിബൊനാച്ചി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. ആ ഒരു കാൽക്കുലേഷൻസ് വെച്ചിട്ട് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഫിബ് എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ നമുക്ക് പല പല ഘട്ടങ്ങളിലായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിപ്പിച്ച് അത് അവരെങ്ങനെ മാർക്കറ്റിൽ ആപ്ലിക്കബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ലോങ് ടേമിലാണെങ്കിൽ ഷോർട്ട് ടേമിലാണെങ്കിൽ. നിനക്കൊരു ഡേ ട്രേഡറോ ആവാം, ഒരു ഇൻവെസ്റ്ററോ ആവാം. ഈ സെയിം സംഭവം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാഷൻ ആൻഡ് ടേസ്റ്റ് ആൻഡ് വേറെ ബിസിനസ്സും കാര്യങ്ങളും നമ്മുടെ സമയം ഇതെല്ലാം കൺസ്ട്രെയിൻ വെച്ചിട്ട് ചില ആൾക്കാർക്ക് എനിക്ക് ഡേ ട്രേഡ് ചെയ്ത് ഒരു ഏർണിങ്സ് ഉണ്ടാക്കണം. ചില ആൾക്കാർക്ക് എനിക്ക് അതിനുള്ള ടൈമില്ല, എനിക്ക് വേറെ ബിസിനസ് ഉണ്ട്, സോ എനിക്കൊരു ഇൻവെസ്റ്റർ ആവാൻ താല്പര്യമുണ്ട്. ഇൻവെസ്റ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റോക്കിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഏത് സ്റ്റോക്ക് മേടിച്ചാൽ ഏതുവരെ പോകുമെന്ന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 70-80% പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാവൂ. അതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ അമൃത പറഞ്ഞു 15 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഇതിലേക്ക് വരുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് ട്രേഡിംഗ്? അവർ ഈ ചെറിയ പ്രായത്തിലേക്ക് തുടങ്ങുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി അവർക്ക് ഒരുപാട് പേർക്ക് ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു 17 years ഓൾഡാണ് പുള്ളി. അപ്പോൾ അവൻ്റെ അമ്മയാണ് റീച്ച് ഔട്ട് ചെയ്തത് തന്നെ. അപ്പം ആക്ച്വലി അവന് അത് പഠിച്ചു കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നോർമലി അമ്മ എനിക്ക് പോക്കറ്റ് മണി തരുമ്പോൾ ആ പോക്കറ്റ് മണിയുടെ വാല്യൂ എനിക്ക് അറിയില്ലായിരുന്നു, ഞാനത് ചിലവാക്കും. പക്ഷെ ഇപ്പോൾ ആ പോക്കറ്റ് മണി തരുമ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ അവൻ നേരത്തെ ആ പോക്കറ്റ് മണി യൂസ് ചെയ്തിട്ട് ഓട്ടോയിൽ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നവൻ ഇപ്പോൾ ആ പോക്കറ്റ് മണി കയ്യിൽ വെച്ചിട്ട് നടന്നാണ് സ്കൂളിൽ പോകുന്നത്. എന്നിട്ട് ആ പോക്കറ്റ് മണി അവനെടുത്ത് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നും അവൻ പറയുന്നു ഒരു 100 രൂപയോ 200 രൂപയോ കിട്ടും പ്രോഫിറ്റായിട്ട്. അതവൻ വിഡ്രോ ചെയ്തിട്ട് ആ ക്യാപിറ്റൽ അവൻ അതിൻ്റെ അകത്ത് സൂക്ഷിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായത് അവനെ പറഞ്ഞതിൽ നിന്നും അവൻ ആ ക്യാഷിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കയ്യിലിരുന്നാൽ അതെങ്ങനെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാം നന്നായിട്ട്. മറ്റേ നേരത്തെ കുട്ടികൾക്ക് അത് അറിയില്ല. അപ്പം വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി കൊടുക്കുന്നു, അത് ചിലവാക്കുന്നു, അച്ഛനും അമ്മയും തരുന്നതല്ലേ. പക്ഷെ അവർക്കത് എങ്ങനെ ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യാം, എനിക്കതിലൊരു സ്കില്ലുണ്ട്. ആ ക്യാഷ് എങ്ങനെ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളൊരു സ്കില്ല് എനിക്കറിയാം. അപ്പം അത് വെച്ചിട്ട് അവനത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് മീൻസ് 100 ആണെങ്കിൽ 50 ആണെങ്കിൽ അത് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അവൻ മനസ്സിലാക്കി. ഓക്കെ, ഇത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ ആർക്കാണെങ്കിലും ഇത് തുടങ്ങാം. ഓക്കെ, ഇനി എൻ്റെ ചോദ്യം, ഇതിപ്പോൾ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കാണുന്നവരിൽ ഇതുപോലെ തന്നെ കുട്ടികളുണ്ടാവും, ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും, ബിസിനസ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ വീട്ടമ്മമാർ ഉണ്ടാവും. ഒരു മിനിമം എമൗണ്ട് ലൈക്ക് ഈ പറഞ്ഞൊരു ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങാൻ എത്ര വേണ്ടി വരും നമുക്ക്? ഈ പോക്കറ്റ് മണി എന്നുള്ളൊരു കോൺസെപ്റ്റ് പറഞ്ഞുകൊണ്ടേ പറയുന്നതാണ്. മിനിമം എമൗണ്ട് നമുക്ക് ആക്ച്വലി അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ. അതായത് അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഡെയിലി 100 രൂപയ്ക്ക് മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിരുന്നത് അവർക്കൊരു 10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് 50 or 100 ഒക്കെ എടുക്കാം. പക്ഷേ എൻ്റെ നീഡ് കൂടുന്തോറും, അതായത് ഞങ്ങൾക്ക് നീഡ്സ് കൂടുന്തോറും ഒബ്വിയസ്ലി ക്യാപിറ്റൽ അതിനനുസരിച്ച് വേണം.
ഏജ് ഗ്രൂപ്പ് നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് സ്റ്റുഡൻസിൻ്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 15 to 50 ഇയേഴ്സ് അല്ലെങ്കിൽ 50+ ഇയേഴ്സാണ്. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ സ്റ്റുഡൻസ് അല്ലാതെ എന്തൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരാണ് നിങ്ങളുടെ അടുത്തേക്ക് ട്രേഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ചോദിച്ചുകൊണ്ട് വരുന്നത്? ഓക്കെ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 80% വരുന്ന വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. ഓക്കെ, സോ ഇപ്പോഴത്തെ നമ്മുടെ ഒരു IT ഇൻഡസ്ട്രി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു വർക്ക് പ്രൊഫൈൽ ബാലൻസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത് അവർക്കൊരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കിയെടുക്കാനാണ്. അവരുടെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം അവർക്ക് ആർക്കും തികയുന്നില്ല. ഇപ്പോഴത്തെ ഒരു റീസെൻ്റ്ലി സയൻറ്റിഫിക് സ്റ്റഡി തന്നെ പറയുന്നുണ്ട് ലൈക്ക് 40 to 50% ആൾക്കാർ ലൈക്ക് ബാങ്ക് ലോൺ എടുത്ത് കടത്തിൽ മുങ്ങിയാണ് നിൽക്കുന്നത്. ക്രെഡിറ്റ് കാർഡ്സും ആയിരുന്നാലും എവറിത്തിങ് EMIസിൽ ഓടുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ സാലറി ബാൻഡ് മാത്രം കൂടുന്നില്ല. നമ്മുടെ കഴിഞ്ഞൊരു 3-4 കൊല്ലത്തെ എക്സ്പെൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി എക്സ്പെൻസ് ഹൈയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ശരിക്കും 2 ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫുൾ ടൈം ആയിട്ടുള്ള 2 ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള നിലയിൽ വർക്കിംഗ് പ്രൊഫഷണൽസിലേക്ക് ഞങ്ങൾക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ ഏറ്റവും കൂടുതൽ വർക്കിംഗ് പ്രൊഫഷണൽസ് വരുന്നത് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്നുണ്ട്. ഞങ്ങൾക്കിപ്പം ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നുണ്ട്, ലൈക്ക് ക്ലോത്തിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നുണ്ട്, ലൈക്ക് നമ്മുടെ വിധു പ്രതാപിൻ്റെയും ഷാൻ റഹ്മാൻ്റെയൊക്കെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ്. സിനിമാറ്റോഗ്രാഫർ അഭിരാം സുധീർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ തെലുങ്കിലും തമിഴിലും മലയാളത്തിലൊക്കെ ഉള്ള ഫേമസ് ആയിട്ടുള്ള ദുൽഖറിൻ്റെയൊക്കെ മൂവീസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിനിമാറ്റോഗ്രാഫറാണ്. പുള്ളിക്കാരൻ ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ്. ചാർട്ടേഡ് അക്കൗണ്ട്സ് ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ്. ബാങ്ക് മാനേജേഴ്സ് ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ്. സോ ബിസിനസ് ഓൺടർപ്രണേഴ്സ് ഞങ്ങളുടെ സ്റ്റുഡൻസാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വളരെ ബിസി ആയിട്ട് ഒരു സമയം പോലും ഇല്ല എന്ന് നമുക്ക് വിചാരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തിയിട്ട് അവർ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഹെക്ടിക് ആയിട്ടൊരു വർക്ക് ഷെഡ്യൂൾ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി എൻ്റെ ചോദ്യം, ഇതൊന്നും ഇല്ലാത്ത മീൻസ് അഡീഷണൽ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, പാർട്ട് ടൈം ഒരു ഇൻകം, വീട്ടിൽ ഒഴിവ് സമയങ്ങളിൽ ഇൻകം ഉണ്ടാക്കാൻ നോക്കുന്ന അങ്ങനെയുള്ളവർക്കും ഇത് ഹെൽപ്ഫുൾ ആണോ നിങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാം? ആക്ച്വലി ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് വുമണിനെ തന്നെയാണ്. കാരണം എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പം ഞാനും വുമണാണ്. എനിക്കും ഒരുപാട് സ്ത്രീകൾ കുട്ടികളാകുമ്പോൾ ജോലി റിസൈൻ ചെയ്ത് ഓൾറെഡി ജോബിലുണ്ടായിരുന്ന റിസൈൻ ചെയ്ത് കുട്ടികളെ നോക്കാൻ വീട്ടിൽ ഇരുന്നിട്ട് അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി പരിചയമുള്ളവർ. അപ്പോൾ അവരെയൊക്കെ ആക്ച്വലി ഇതിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈഡ് ഒരു ഇൻകം മീൻസ് പോക്കറ്റ് മണി ആയിട്ടോ അവർക്ക് ഒരു വീട്ടിലിരുന്നൊരു ചെറിയ ഇൻകം ജനറേറ്റ് ചെയ്യാനോ ഒക്കെ അതൊരു ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അവരെ എനിക്ക് കുറേ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർ ഫ്രീ ആണ്, മറ്റുള്ളവരെ പോലെയല്ല, കുറച്ചുകൂടി ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് മറ്റുള്ളവരെക്കാട്ടിയും കുറേ കൂടി അവരെ മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം തന്നെ ഒത്തിരി പേര്, അതായത് ലൈക്ക് വീട്ടമ്മമാർ എൻ്റെ സ്റ്റുഡൻസായിട്ട് ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരതിൽ ആദ്യം വന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്, ഞാൻ ടച്ച് പോയി മീൻസ് 5 വർഷമായി വീട്ടിൽ തന്നെയാണ്, ലാപ്പ് യൂസ് ചെയ്യാൻ അറിയില്ല, മൗസ് പിടിക്കാൻ അറിയില്ല, ഇങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ഉള്ള കൺസേൺസ് പറയുന്നത്. പക്ഷേ എനിക്ക് അതൊരു പ്രശ്നമേ അല്ല. കാരണം ഞാനൊരു ടീച്ചറാണ്. സോ എനിക്കറിയാം അവരെങ്ങനെ അതിലോട്ട് ഇങ്ങനെ കൊണ്ട് എത്തിക്കണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞത് അതൊരു വിഷയമേ അല്ല. നമുക്ക് അങ്ങനെ മൗസ് പിടിക്കാൻ അറിയാം, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം അതിൻ്റെ അകത്ത്. അങ്ങനെയുള്ളവരെ കുറച്ചുകൂടി നമുക്ക് കറക്റ്റായിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും, പ്രത്യേകിച്ച് വീട്ടമ്മമാരെ. ഓക്കെ, ഇപ്പോൾ ഇതുപോലെയുള്ള ഈ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ ജോലി നോക്കുന്ന അല്ലെങ്കിൽ പാർട്ട് ടൈം ഇൻകം നോക്കുന്നവർക്ക് മിനിമം റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്? ഇപ്പോൾ സിസ്റ്റം വൈസ് ആണെങ്കിലും മിനിമം റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് അവർക്കൊരു ലാപ്ടോപ്പ് വേണം. ലാപ്ടോപ്പ് മസ്റ്റാണ്. കാരണം അതിൻ്റെ അകത്താണ് നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ. ലാപ്ടോപ്പ് വേണം. സ്മാർട്ട് ഫോണിൽ അത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് കാര്യങ്ങൾ. സ്മാർട്ട് ഫോൺ ആക്ച്വലി അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പം ലാപ്പിൽ തന്നെ അവർക്കത് കൺട്രോൾ വേണം. ആ കൺട്രോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫോണിലാണെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ലാപ്ടോപ്പ് കൂടാതെ ഇപ്പം ഇനി എത്ര നാളുകൊണ്ട് ഒരാൾക്ക് ജോയിൻ ചെയ്യുന്നത് വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ ജോലി ഇല്ലാതെ ആരെ ആയിക്കോട്ടെ ഒരാൾക്ക് എത്ര നാളുകൊണ്ട് ഫ്രം ബിഗിനർ സ്റ്റേജിൽ നിന്ന് ഒരു അഡ്വാൻസ്ഡ് ഇതിലേക്ക് എത്താൻ പറ്റും ട്രെയിനിങ്ങിനോട്? അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം ദേ ആർ സ്പെൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്രീൻ. അവരെ എത്രത്തോളം ആ സ്ക്രീനിൽ ഇരിക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. നമ്മുടെ കോഴ്സ് വരുന്ന 3 months ആണ്. 3 months കോഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാറുണ്ട്. കാരണം പലരുടെയും ടൈമിങ് ഇഷ്യൂസ് കൊണ്ട്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ കൂടെ ഇരിക്കാറുണ്ട്. അപ്പം 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നാൽ. എന്ന് വെച്ചാൽ അവരൊരു 3 മാസം കഴിഞ്ഞ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവണം എന്ന് ഞാൻ പറയില്ല. അതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അവർ അതിലൂടെ കടന്നു പോകുമ്പോഴാണ് കറക്റ്റായിട്ട് അവരെ ട്രാക്ക് ചെയ്തൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്ററോ ട്രേഡറോ ഒക്കെ നമുക്ക് ആക്കാൻ പറ്റുന്നത്. ഇനി ഇവർക്കിപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ടാണ് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളും വരുന്നത് എങ്ങനെയാണ്? ഓക്കെ, ഞങ്ങൾക്ക് പ്രോഗ്രാം വരുന്നത് 3 months ആണ്. എല്ലാം ലൈവ് ക്ലാസ്സസ് ആണ്. വീക്ക്ലി 3 days 1-to-1 സെഷൻസ് ആണ്. സോ 45,000 ആണ് ഞങ്ങളുടെ ഫീസ് വരുന്നത്.
സോ ഈ ഒരു ഫീസിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ എനിക്ക് ഒത്തിരി കേൾക്കുന്ന ചോദ്യമാണ്, ഇത് ഇച്ചിരി കൂടുതലല്ലേ? എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു തവണ ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും ലാസ്റ്റ് പോഡ്കാസ്റ്റിന് സംസാരിച്ചപ്പോഴും പുള്ളിക്കാരൻ ചോദിച്ചു ഇത് ശരിക്കും കൂടുതലാണെന്ന് തോന്നിയിട്ടില്ല. സോ ഞങ്ങൾ പഠിപ്പിക്കുന്നത് NSE ക്വാളിഫൈഡ് ആയിട്ടുള്ള അഡ്വാൻസ് ലെവൽ ടെക്നിക്കൽസ് ആണ് പഠിപ്പിക്കുന്നത്. സോ ഈ സംഭവം കേരളത്തിനകത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും പഠിപ്പിക്കുന്നില്ല. അത്യാവശ്യം ഒരു കേരളത്തിനകത്ത് പോകുന്ന ഒരുവിധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുന്ന ICT, SMC, സ്മാർട്ട് മണി, പ്രൈസ് ആക്ഷൻ, ഇങ്ങനെയുള്ള കുറച്ച് ഇതാണ്. സോ ഇതൊന്നും മോശം എന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്. ഇതിനെല്ലാം കുറച്ച് ഡ്രോബാക്സോ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് അതിൽ നിന്നൊരു ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിന്. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അഡ്വാൻസ് ലെവൽസ് പഠിക്കുമ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് നമുക്ക് അതേപോലെ റിട്ടേൺസ് വരുന്നുണ്ട്. ആൻഡ് ആക്യുറസി ഈസ് കമ്പാരിറ്റീവ്ലി വെരി 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 ഹൈ. നമുക്ക് അത്യാവശ്യം നമ്മൾ ജസ്റ്റ് ഒരു ടെക്നിക്സ് മാത്രം യൂസ് ചെയ്തല്ല നമ്മൾ ട്രേഡിംഗ് എൻ്റർ ചെയ്യുന്നത്. ഇതിനകത്ത് അഡ്വാൻസ് ലെവൽ ടെക്നിക്സ് വരുന്നത് നമ്മൾ ABCD, ഫിബ്, ഹാർമോണിക്സ്, ഇലിയോട്ട് വേവ്സ്, ഇതെല്ലാം നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് യൂസ് ചെയ്യുന്ന ഹൈ എൻഡ് ടെക്നിക്കൽ അനാലിസിസ് ആണ്. സോ ഇത് വെച്ച് നമ്മൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ട്രേഡ് എടുക്കുന്നതിൻ്റെ കൺഫർമേഷൻ ആക്യുറസി ലെവൽസ് ഭയങ്കരമായി, വിന്നിങ് റേഷ്യോ ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഫീസ് സ്ട്രക്ചർ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് തന്നെ സ്വന്തമായിട്ട് ട്രേഡിംഗ് നോക്കിയിട്ട് ഇപ്പോൾ സ്റ്റോക്സ് അല്ലെങ്കിൽ പല ആപ്പുകളും നോക്കിയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കോമൺ ആയിട്ട് ഇപ്പോൾ പഠിച്ചിട്ട് ചെയ്യുന്നവരായിക്കട്ടെ അല്ലെങ്കിൽ മെജോറിറ്റി ഈ ഏരിയയിൽ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർ വരുത്തുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ ഓവർകം ചെയ്യാനാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ ഒരു ട്രേഡിംഗ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പേഴ്സൺ, ഞങ്ങളും ട്രേഡിംഗ് പഠിച്ചവരാണ്, ഞങ്ങളും ഇതേപോലെ യൂട്യൂബ് നോക്കിയും പല പല കാര്യങ്ങളിൽ നോക്കിയൊക്കെ പഠിച്ചവരാണ്. പക്ഷേ എനിക്ക് മനസ്സിലായത് നമുക്കൊരു പ്രോപ്പറായിട്ടൊരാൾ നമ്മൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ഇത് തെറ്റാണ്, ഇതിങ്ങനെയല്ല എന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ റെക്ടിഫൈ ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നു ആദ്യം. ഇനിഷ്യലി ഞങ്ങൾക്ക് അങ്ങനെ ഒരാളില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പരീക്ഷിച്ചാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തെറ്റാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് മിസ്റ്റേക്കാണ്, ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു തരാൻ ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ മിസ്റ്റേക്ക് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്റർ എപ്പോഴും നമുക്കിപ്പോൾ നമ്മളെന്നല്ല ആർക്കാണെങ്കിലും യൂട്യൂബ് നോക്കി ഇങ്ങനെ ട്രൈ ചെയ്യാണ്ട് പ്രോപ്പറായിട്ട് അത് പഠിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കി തരാൻ ഒരു മെൻറ്റർ ഉള്ളത് എപ്പോഴും ബെറ്റർ ആയിരിക്കും. ആൻഡ് നമുക്കത് ഒരു ലൈഫ് ലോങ് ആ ഒരു സപ്പോർട്ട് ചെയ്ത് ഇതൊരു എഡ്യൂക്കേഷനാണ്. ഈ ഒരു സാധനം ഒരു സംഭവം കൊണ്ട് തീരുന്നില്ല. അങ്ങോട്ട് വരുംതോറും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനും നമ്മുടെ സ്റ്റുഡൻസിനെ അതേപോലെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാനും ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ അതിൽ കുറേ കൂടി നമ്മൾ കോൺസെൻട്രേറ്റഡ് ആവണം.